Hey guys, so welcome back to another great episode of SR Vlogs. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിന് മുന്നേ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. So let's make simple French toast. സോ ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് എന്നിട്ട് ഒരു 2 സ്പൂൺസ് ഓഫ് ഷുഗർ, ഇല്ലെങ്കിൽ നമുക്ക് ഹണി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് എന്നിട്ട് ആ ഒരു മിക്സിൽ നമ്മൾ ബ്രെഡ് ഇങ്ങോട്ടേക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് മുക്കിയെടുത്തിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക, ഗീയോ ബട്ടറോ ഒക്കെ ആഡ് ചെയ്തിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ആഡംബരത്തിനും ഡെക്കറേഷനും വേണ്ടിയിട്ട് കുറച്ച് കട്ട് ബനാനാസും ഹണിയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാം. സോ ഗൈസ്, ഇപ്പോൾ ടൈം നോക്കിയാൽ ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടുകൊണ്ട് തിന്നുകൊണ്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സ്റ്റഡി ടിപ്സ് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിൻ്റെ ടൈമിൽ മെഗാ മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു ചാപ്റ്റേഴ്സ് ഫുൾ കവർ ചെയ്യണം, ഡിസ്കോഴ്സൊക്കെ നോക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന പോലെ ഞാൻ ഫസ്റ്റ് കോൺസെപ്റ്റൽ ഫ്രൂട്ടും പിന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് പിന്നെ ഐ വിൽ ഫ്ലൈ, ഇങ്ങനെ ഈ 3-4 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സ്നാക്ക് കഴിക്കുന്നു, ക്ലാസ് കാണുന്നു, വായിക്കുന്നു. ഇപ്പോൾ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ 11:27 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ഡിസ്കോഴ്സസും ഗ്രാമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പഠിക്കണം എന്നാണ്. അതായത് ക്ലാസ് കാണണം, ടെക്സ്റ്റ് വായിക്കണം, നോട്ട്സ് നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുന്നതിനേക്കാളും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. കാരണം ലാസ്റ്റിലത്തെ ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് അധികം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ പോയിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് വായിക്കുക, പിന്നെ അതിൻ്റെ ക്ലാസ് കാണാം, നോട്ട് വായിക്കുക, പിന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സോ പിന്നെന്താ, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എത്ര പഠിച്ചാലും ശരിയാവുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സംസാരിച്ച സമയം കളയുന്നില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലാസ്റ്റ് യൂണിറ്റിലത്തെ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് അത്ര ധാരണയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് നിന്ന് വേണം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കോൺസെപ്റ്റൽ ഫ്രൂട്ടിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിക്കലായിരുന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാതെ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം വായിച്ചുകൊണ്ടിരിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. സമ്മറി നമുക്ക് നല്ലപോലെ അറിയണം. പിന്നെന്താ, അതായത് ബൈഹാർട്ട് പഠിക്കാനല്ല, എന്താ കഥ എന്നുള്ള കാര്യം നമുക്കറിയണം. പിന്നെ എന്താണ് ആ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കീ പോയിന്റ്സ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പോയത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അപ്രിസിയേഷൻ നല്ലപോലെ നോക്കി വെക്കുക. പിന്നെന്താ, ഒരു അൺനോൺ പോയത്തിൻ്റെ അപ്രിസിയേഷൻ്റെ ഫോർമാറ്റ് നല്ലപോലെ പഠിച്ചു വെക്കുക. പിന്നെ കുറേ ഗ്രാമർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇംഗ്ലീഷിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അക്കൗണ്ടൻസിയിലേക്ക് സ്വിച്ച് ചെയ്തു. കാരണം ഇംഗ്ലീഷ് കുറച്ച് ലാസ്റ്റിലത്തെ ചാപ്റ്റേഴ്സ് മാത്രമേ എനിക്ക് അത്ര കുഴപ്പമുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചാൽ അക്കൗണ്ടൻസി പഠിക്കാം. സോ ലാസ്റ്റ് ഇയറിൻ്റെ പബ്ലിക് എക്സാമിന് മെഗാ മാരത്തോൺ ആയിരുന്നു കാണുന്നുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും പിന്നെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെയും കുറച്ച് നേരം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് ഇരുന്ന് പഠിക്കാനൊന്നും വരില്ല. ഞാൻ ഇടയ്ക്കിടെ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ട്. പിന്നെ ഒരു 5 minutes ബ്രേക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു 2 ചാപ്റ്റേഴ്സ് അന്ന് രാത്രി കൊണ്ടിരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ആ ഒരു ലൈവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താ, നമ്മുടെ കയ്യിലുണ്ടായ നോട്ട്സും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്നാക്സ് ആയിട്ട് ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ നോട്ടിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ബൈഹാർട്ട് ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുകൂടെ ഞാൻ ബൈഹാർട്ടൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ആകെ കുറച്ച് ഒരു തിയറി ആ ഒരു പോർഷൻസ് അല്ലേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ഇരുന്ന് കാണണം, ആ ഒരു ലൈവ് ഫുള്ളായിട്ട് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അന്ന് രാത്രി ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ലോഗ് പോലെയൊക്കെ ഷൂട്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ സാഹചര്യവും അതുപോലെ തന്നെ ഹെൽത്തും കാര്യങ്ങളൊന്നും അങ്ങ് അനുവദിക്കാത്ത കൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് തന്നെ ആ ബുദ്ധിമുട്ട്. സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വായിച്ച് നോക്കി റിവൈസ് ചെയ്തു. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പമില്ലാണ്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് അതിൻ്റെ നോട്ട്സ് റിവൈസ് ചെയ്യാം. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ചെയ്ത് പോവാം. അപ്പോൾ എത്ര വരെ പോകുന്നറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ.
പിന്നെ നമ്മൾ സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അന്നത്തേക്ക് അത്രമാത്രം നിർത്തിയിട്ട് പിന്നെ ഫൈനൽ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. അങ്ങനെ അന്ന് ഫുള്ള് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു വീഡിയോ ഡീറ്റെയിലും അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് രാത്രി ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു. നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഇംഗ്ലീഷൊക്കെ നോക്കി, പിന്നെ നമ്മൾ കുക്ക് ചെയ്തു, അങ്ങനെ കുറച്ച് അടിപൊളി ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ പോർഷൻസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി പറ്റുന്ന പോലെയൊക്കെ പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് പഠിക്കാതിരിക്കാറുമുണ്ട്, ഡിസ്ട്രാക്റ്റഡ് ആവാറുമുണ്ട്, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക, നല്ലപോലെ പഠിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.